കർത്താവരുളുന്ന വചനം ഇന്നു കേൾക്കാം, മനം തുറക്കൂ. മനസ്സാകും വയലേലകളിൽ നിന്നും ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവ് അരുളുന്ന വചനത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നത്തെ വചന വിചിന്തനം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 20 മുതൽ 33 വരെയുള്ള തിരുവചനമാണ്. ഒരു ഗ്രാമത്തിൽ എല്ലാവരും ഒരു വലിയ അത്ഭുതം സംഭവിക്കുമെന്ന പ്രതീക്ഷയിൽ ജീവിച്ചിരുന്നു. ദൈവം വരുമ്പോൾ ആകാശം പിളരും, ഭൂമി കുലുങ്ങും എന്ന് അവർ കരുതി. എന്നാൽ ആ ഗ്രാമത്തിൽ ഒരു വയോധികൻ ദിവസവും വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകി രോഗികളെ സന്ദർശിച്ചു, തളർന്നവരെ ആശ്വസിപ്പിച്ചു. ഒരു ദിവസം ഒരു കുട്ടി ചോദിച്ചു, ദൈവരാജ്യം എപ്പോഴാണ് വരുന്നത്? വയോധികൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സ്നേഹം വാഴുന്നിടത്ത്, ക്ഷമ വിരിയുന്നിടത്ത്, കരുണ പ്രവർത്തിക്കുന്നിടത്ത് ദൈവരാജ്യം ഇതിനകം വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ദൈവരാജ്യം ആദ്യം ഹൃദയത്തിൽ ആരംഭിക്കേണ്ടത് ആണെന്ന്. വചന സന്ദേശം. ഫരിസേയർ ദൈവരാജ്യം എപ്പോഴാണ് വരുന്നത് എന്ന് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞു, ദൈവരാജ്യം നിരീക്ഷിച്ചറിയുവാൻ കഴിയുന്ന രീതിയിലല്ല വരുന്നത്, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലാണ്. യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവരാജ്യം ഒരു സ്ഥലമോ രാഷ്ട്രീയ അധികാരമോ അല്ല, ദൈവഹിതം നിറവേറുന്ന ഹൃദയമാണ് ദൈവരാജ്യം. പിന്നീട് യേശു നോഹയുടെയും കാലത്തെയും ലോത്തിന്റെ കാലത്തെയും ഉദാഹരണങ്ങളിലൂടെ ജാഗ്രതയുടെ ആവശ്യകത പഠിപ്പിക്കുന്നു. സാധാരണ ജീവിതത്തിൽ മുഴുകി ദൈവത്തെ മറന്നവരാണ് നശിച്ചത്. അതിനാൽ എല്ലാ സമയത്തും ദൈവസന്നിധിയിൽ ജീവിക്കുവാൻ യേശു നമ്മെ ക്ഷണിക്കുന്നു. ജീവിത സന്ദേശം എന്ന് പറയുന്നത് ദൈവരാജ്യം ദൂരെയല്ല, എന്റെ കുടുംബത്തിലും ജോലിസ്ഥലങ്ങളിലും സമൂഹത്തിലും സ്നേഹവും നീതിയിലും ജീവിക്കുമ്പോൾ അത് വെളിപ്പെടുന്നു. നാളെ എന്ന് പറഞ്ഞ് മാനസാന്തരം മാറ്റിവെക്കരുത്. ഇന്ന് തന്നെ ദൈവത്തോടൊപ്പം നടക്കുവാൻ ആരംഭിക്കണം. ലോകസമ്പത്തുകളെക്കാൾ ദൈവത്തോടുള്ള ബന്ധത്തിനാണ് പ്രഥമ സ്ഥാനം നൽകേണ്ടത്. ഓരോ ദിവസവും കർത്താവേ, നിന്റെ ഇഷ്ടം എന്റെ ജീവിതത്തിൽ നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ച് ജീവിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ഈശോയെ, അങ്ങയുടെ ദൈവരാജ്യം ആദ്യം എന്റെ ഹൃദയത്തിൽ സ്ഥാപിക്കണമേ. ലോകത്തിന്റെ മോഹങ്ങളിൽ അകപ്പെടാതെ എപ്പോഴും ജാഗ്രതയോടെയും വിശ്വസ്തയോടെയും ജീവിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. സ്നേഹിക്കുവാനും ക്ഷമിക്കുവാനും കരുണ പ്രവർത്തിക്കുവാനും എനിക്ക് കൃപ നൽകണമേ. അങ്ങയുടെ വരവിനായി ഒരുങ്ങിയ ഹൃദയത്തോടെ ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. ആമേൻ. നമ്മെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവരുളുന്ന വചനം ഇന്നു കേൾക്കാം, മനം തുറക്കൂ. മനസ്സാകും വയലേ